ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് കാവൽമാലാഖയുടെ തിരുനാളായിട്ട് ഒരു അനുഭവസാക്ഷ്യം പറയാൻ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവം നമുക്ക് കൂട്ടായിട്ട് കാവൽമാലാഖയെ തന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്ന പോലത്തെ അവസ്ഥയും ഉണ്ടാവാറുണ്ട്. നമ്മളോട് മാലാഖ നമ്മുടെ കൂടെ നടന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിലെ കണ്ടറിഞ്ഞ് നമ്മളോട് സംസാരിക്കാനും എല്ലാം സഹായിക്കുന്ന കാവൽമാലാഖ ദൈവം തന്നിട്ടുള്ള എല്ലാവർക്കും കുറേ പേര് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തൊട്ട് കാവൽമാലാഖയുടെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഏറെയുണ്ട് പറയാനായിട്ട്. അതായത് ഒരു 28 കൊല്ലം മുൻപ് ഞാനും ഭർത്താവും 2 കുട്ടികളും എൻ്റെ 2 പെൺമക്കൾ. മൂത്ത മോൾക്ക് 9 വയസ്സ്, രണ്ടാമത്തെ മോൾക്ക് 2 വയസ്സ്. മൂത്ത മോൾക്ക് 10 വയസ്സ്, രണ്ടാമത്തെ മോൾക്ക് 2 വയസ്സ്. അങ്ങനെ എൻ്റെ സ്വന്തം മക്കൾ, പെൺമക്കൾ. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ 2 പെങ്ങന്മാരുടെ മക്കൾ, 3ഉം 2ഉം വീതം 5, 2, 7, ഞാനൊന്ന് 8. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് കരാഞ്ചിറ നല്ല പുഴയും ഒക്കെയുള്ള സ്ഥലമുണ്ട്. അവിടുന്ന് ഞങ്ങൾ 91 ഞങ്ങൾ അവിടുന്ന് താമസം മാറ്റി ഇവിടെ വന്നിട്ടുള്ളതാണ്. നെല്ലിക്കുന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ ഗൾഫിലായിരുന്ന കാലത്താണ് സംഭവം, 28 കൊല്ലം മുൻപ്. അവിടുന്ന് ലീവിന് വന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് പുഴ കാണാനായിട്ട് കരാങ്കര ഭർത്താവിൻ്റെ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുഴ കുട്ടികൾക്കൊക്കെ കാണാനും നീന്താനും വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പഴയ തറവാടെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്, അവിടെ ഇല്ല. അതിൻ്റെ തൊട്ട താഴെ തന്നെയാണ് ഈ പുഴ, നല്ല സ്ഥലം കാണാൻ. അപ്പോൾ ഭർത്താവ് അവിടെയുള്ള ഒരു വല്യപ്പൻ്റെ വീട്ടിലിരിക്കുക, നിങ്ങൾ പുഴയുടെ അവിടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 പേരുണ്ട്. ഡ്രൈവർ, ഞങ്ങളുടെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അടക്കം 9 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ പുഴ കാണാൻ പോയി. അപ്പോൾ 6, 2, 8 കുട്ടികൾ, 7 കുട്ടികൾ, 5, 2, 7 കുട്ടികൾ, ഞാൻ 8, ഡ്രൈവർ 9. അങ്ങനെ ഭർത്താവ് വന്നില്ല, അവിടെ അടുത്തുള്ള വീട്ടിൽ, പുഴയുടെ അടുത്തുള്ള വല്യപ്പൻ്റെ വീട്ടിലിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഒരു വഞ്ചി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വഞ്ചിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വഞ്ചി എടുത്ത് അക്കരയ്ക്ക് പോവേ, എന്ത് വേണം വഞ്ചിയിലിരിക്കണം, ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോളാൻ അവരവിടെ കടവിലുള്ളവർ പറഞ്ഞു. പക്ഷെ അവർ തുഴയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ കാർ ഓടിച്ചിരുന്ന ഈ ഡ്രൈവർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞോളാം, അതിനധികം വിഷമമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും 9 പേര്, ഡ്രൈവറടക്കം, ഞങ്ങൾ വഞ്ചിയിൽ കയറി. അതിൽ കുറച്ച് പേര് കുട്ടികൾ, പ്രായം കുറഞ്ഞവരാണല്ലോ. എൻ്റെ മൂത്ത മോൾക്ക് 10 വയസ്സ്. അങ്ങനെ വഞ്ചി തുഴഞ്ഞ് പുഴയുടെ നടുവിലെത്തിയപ്പോൾ ചൂഴിയിൽ പെട്ടു വഞ്ചി. അവിടെ ചൂഴി ഉണ്ടാവാറുണ്ട് അത് അത്ര അറിയില്ലായിരുന്നു. പിന്നീടാണ് അതിനെപ്പറ്റിയൊക്കെ പറയണത്. അങ്ങനെ ഈ ചൂഴിയിൽ പെട്ടിട്ട് വഞ്ചി കിടന്ന് തിരിയുക. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഇനി കരക്കിലേക്ക് എത്താനായിട്ട്, പുഴയുടെ അക്കരയ്ക്ക് എത്താനായിട്ട്, ഇക്കരന്ന് അക്കരയ്ക്ക് എത്താനായിട്ട്. പക്ഷേ പുഴയുടെ വീതിയുടെ നടുവിലെത്തിയപ്പോൾ വഞ്ചി കിടന്ന് തിരിയുക. അങ്ങനെ താങ്കളൊക്കെ ഓളിയും കരച്ചിലും ബഹളമായി. ഈ തുഴയുന്ന ആൾക്ക് തുഴയാനും പറ്റണില്ല, തുഴഞ്ഞിട്ട് വഞ്ചി നീങ്ങണില്ല, വഞ്ചി മുങ്ങുമെന്നുള്ള ഒരു അവസ്ഥ പോലെയായി. ആ സമയത്താണ് എൻ്റെ മൂത്ത മോൾക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ പെങ്ങന്മാരെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്തോ എനിക്കറിയില്ല. രണ്ടാമത്തെ മോൾക്ക് ഓർമ്മയുണ്ടാവാൻ വഴിയില്ല. അന്ന് 2 വയസ്സായിരുന്നു. 28 കൊല്ലം മുന്നത്തെ കഥയാണ്. അപ്പം ആരോ ചവിട്ടിൽ, അപ്പം എനിക്ക് വെള്ളം ചവിട്ടും നീന്തലും ഒക്കെ അറിയാം. ചെറുപ്പം കാലം തൊട്ടേ എനിക്കറിയാം. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു 10 വയസ്സ് തൊട്ട് എനിക്ക് നീന്തലൊക്കെ അറിയാം. വീട്ടിലത്തെ ഇത്രയും ജനങ്ങളുണ്ട്, അലക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നോട് ആരോ ചവിട്ടിൽ ആ സ്വരം ഒരു ഗാംഭീര്യമുള്ളൊരു സ്വരം,
സാധാ കേൾക്കുന്ന ഒരു സ്വരല്ല ചുവട്ടില് എടുത്ത് ചാടാനായിട്ട് പറയുക. അത് കേൾക്കല്ല അപ്പം മാലാഖയുടെയൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാവണേ അത് നമ്മുടെ കാവൽ മാലാഖിയാവും പറഞ്ഞത് എടുത്ത് ചാടാനായിട്ട്. അപ്പൊക്കെ വിചാരിച്ചു ഇത് ഈശോ ആണോ ചുവട്ടിൽ ഇത്രയും ഗാംഭീര്യത്തോടു കൂടി എടുത്ത് ചാടുകയെന്ന് വേറൊരു സ്വരം പോലെ, സാധാ കേൾക്കാത്ത ഒരു സ്വരം പോലെ ചുവട്ടിൽ അലയടിക്കണമെന്ന്. അത് കേൾക്കല്ല, ഞാൻ എടുത്ത് ചാടി. പിന്നെ ഇങ്ങനെ വെള്ളം ചവിട്ടുമ്പോൾ നിൽക്കുമല്ലോ, നീന്താണ്ട് വെള്ളം ചവിട്ടുമ്പോൾ നിൽക്കാനുള്ള കഴിവുണ്ട് എനിക്ക്. ഈ വെള്ളം ചവിട്ടുമ്പോൾ നിന്ന് ഈ വഞ്ചീനെ തള്ളി തള്ളി വെള്ളം ചവിട്ടുമ്പോൾ നിന്ന് വഞ്ചീനെ ഉന്തി ഉന്തി കരക്കെത്തിച്ചു. അങ്ങനെ എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വലിയൊരു അത്ഭുതമാണ് ഒരു ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരത്ഭുതം. അങ്ങനെ അത് അപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നത് കാവൽമാലാഖിയായിരിക്കും ആ ചാടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും ആ സ്വരം കേട്ടതൊക്കെ എൻ്റെ കാവൽമാലാഖ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ പേരക്കുട്ടിക്ക് ഒരു 4-5 വയസ്സുള്ളപ്പോൾ, അല്ല പേരക്കുട്ടിക്ക് ഒരു 5-8 വയസ്സുള്ളപ്പോൾ മൂന്നാറിൽ പോയി. ഞാനും ഭർത്താവും, ആൾ ലീവിന് വന്ന സമയത്ത് ഞാനും ഭർത്താവും, മൂത്ത പേരക്കുട്ടി ആൺകുട്ടി 5-10 വയസ്സായിട്ടുണ്ടാവും, ആ കുട്ടിയും കൂടി ഞങ്ങൾ കാറിൽ സ്വന്തം വണ്ടി ഓടിച്ച്, ആൾ തന്നെ വണ്ടി ഓടിച്ച് ഞങ്ങൾ മൂന്നാറിൽ പോയി. അപ്പോൾ രണ്ടാമത്തെ മോള് അവിടെ നിൽക്കാനുള്ള റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ചെന്ന് ഈ റിസോർട്ടിൻ്റെ ബോർഡ് നോക്കി, ബോർഡ് കാണുന്നുണ്ട്. അപ്പം ഈ റിസോർട്ടിൻ്റെ ബോർഡ് ഉള്ളിടത്ത് ഏറോ മാർക്കൊന്നുമില്ല. ബോർഡ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തൊട്ട് ഒരു 3-4 വട്ടം എൻ്റെ ഭർത്താവ് അവിടെ ആ പോയിന്റിലെത്തും, റിസോർട്ടിൻ്റെ അവിടേക്ക് പോകാനുള്ള അവിടെ എത്തും, അങ്ങോട്ട് പോകാണ്ട്. അപ്പോൾ അവിടെ 3-4 വഴികളുണ്ട്, ഒരു വഴികളുണ്ട് ആ സെൻറ്റർ പോലത്തെ 3-4 വഴികളുണ്ട്. ഓരോ വഴി കൂടെ പോകും, പിന്നെയും വളഞ്ഞ് അവിടെ തന്നെ എത്തും, പിന്നെയും വളഞ്ഞ് അവിടെ തന്നെ എത്തും. രണ്ടാമത്തെ വഴി കൂടെ പോകും, പിന്നെയും വളഞ്ഞ് അവിടെ എത്തും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ 4-ാമത്തെ വട്ടം അങ്ങോട്ട് ആ ഭാഗത്തെത്തിയപ്പോൾ ഈ 10 വയസ്സുണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ പേരക്കുട്ടി ആൺകുട്ടി പറഞ്ഞു, അമ്മാമ്മേ ഇനി ഒത്തിരിക്ക് പോകണ്ട, അപ്പാപ്പനോട് പറ ഇവിടെ നിന്ന് ഇത്തിരി കൂടി പോയിട്ടൊരു വഴിയുണ്ട്, ആ വഴി അവനൊക്കെ അറിയും കൂടിയില്ല, ഒരിത്തിരിയും കൂടി അങ്ങോട്ട് പോയിട്ട് ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ പോയാൽ നമുക്ക് എത്താൻ പറ്റും, അമ്മാമ്മ അപ്പാപ്പനോട് പറയേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, അവനോട് അവൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അവനെങ്ങനെ അറിയാനാ, അവന് ഓർമ്മയും കൂടി ഉണ്ടാവില്ല, ആദ്യമായിട്ട് വരുന്നതാണ് അവൻ നമ്മുടെ കൂടെ, അവനെങ്ങനെ അറിയാനാ. ഞാൻ പറഞ്ഞു എന്തായാലും കുട്ടിയായാലും ചേട്ടനൊന്ന് അവൻ പറഞ്ഞ കൂടെ വിട് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പറഞ്ഞു. അപ്പോൾ ആൾ രണ്ടും കൽപ്പിച്ച് ഇഷ്ടം ഇല്ലാത്തൊരു മനസ്സോടുകൂടി ആ കുട്ടി പറഞ്ഞ അതിൽ കൂടെ വണ്ടി എടുത്തു, ആ റിസോർട്ടിൽ കറക്റ്റായിട്ട് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ എൻ്റെ പേരക്കുട്ടിയോട് ചോദിച്ചു, മോനെ എങ്ങനെയാ മനസ്സിലായേ അങ്ങനെ പോവാന്ന്, നീ ഇവിടേക്ക് ആദ്യമായിട്ടല്ലേ വരണേ, പിന്നെ എങ്ങനെയാ നീ മനസ്സിലാക്കിയേ. അപ്പം അമ്മാമേ നമ്മുടെ കാറിൽ പെട്ടെന്ന് ഈശോയുടെ പോലത്തെ ഒരാൾ വന്നു. അപ്പം നീ എങ്ങനെ ഉണ്ടാ, ഞാൻ കണ്ടില്ലല്ലോ, നീ എങ്ങനെ കണ്ട. ഉവ്വമ്മാമേ ഈശോയുടെ പോലത്തെ ഒരാളുടെ സംസാരം അതിലേ പോകാനായിട്ട് എന്നോട് പറഞ്ഞത്. ഈശോനെ കണ്ട പോലെയുണ്ട്, ഈശോയുടെ സ്വരം വന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി അങ്ങനെ പറയണമെന്ന് നുണയുണ്ടാക്കി ആ കുട്ടി എന്തായാലും പറയില്ല. അപ്പോൾ അത് രണ്ടാമത്തെ അതിശയം. അപ്പോഴും ഞാൻ വിചാരിക്കുകയാണ് ആ കൊച്ചിനും ഉണ്ട് ഒരു കാവൽമാലാക, കൊച്ചിനോട് കൊച്ചിൻ്റെ കൂടെ ഉള്ള കാവൽമാലാക തന്നെയാണ് അതും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അപ്പോൾ 2 കഴിഞ്ഞ് കുറേ ഉണ്ട്, പക്ഷേ ഓർമ്മ വെച്ചിട്ടുള്ളത് മാത്രം കുറച്ച് പറയണമെന്ന് മാത്രം. അതുപോലെ ഇവൻ തന്നെ ഒരിക്കൽ ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുക, അവൻ കുളി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന എത്തിക്കുന്നോടത്തേക്ക് അവനെ കാണാനില്ല. പെട്ടെന്നൊരു ഓളിയാണ് കേട്ടത്.
ഞാനും എൻ്റെ രണ്ടാമത്തെ മോളും കൂടി ഓടിപ്പോയി നോക്കിയപ്പോൾ അപ്പോൾ അവനൊരു 12 വയസ്സുണ്ട്. 12 വയസ്സുണ്ടാവുന്നു. അല്ല, അതിനേക്കാളൊക്കെ ചെറുതാ, 10 വയസ്സിനേക്കാളും ചെറുതാ. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളും കൂടി അവൻ കുളിക്കണ റൂമിൻ്റെ അവിടേക്ക് ഓടി, എന്തോ ഒരു കരച്ചിൽ കേട്ടിട്ട്. അപ്പോൾ ചെല്ലുമ്പോൾ കേൾക്കണത് ചെല്ലുമ്പോൾ അവൻ പറയണത് ചെറിയ കുട്ടി തന്നെയാണ്, എൻ്റെ തമ്പാച്ചാന്ന് പറഞ്ഞിട്ട് കരയണതാണ്. സംഭവം എന്തിട്ടാന്ന് വെച്ചാൽ സ്കൂളിൽ കഴിഞ്ഞ് ടൗസറിട്ടപ്പോൾ സ്ലിപ്പ് പെട്ടു. വേദന നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോളിങ്ങനെ നോക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഇവൻ ഒരു വിളി വിളിച്ച ആ നിമിഷം എങ്ങനെയാ ശരിയായി എന്നറിയില്ല, സ്ലിപ്പ് ശരിയായി, വേദനയിൽ നിന്ന് ആശ്വാസമായി. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഒന്നില്ലെങ്കിൽ അവൻ്റെ ഒറ്റ വിളിയിൽ, തമ്പാച്ചാന്ന് പറഞ്ഞ വിളിയിൽ ഈശോ തന്നെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനിലുള്ള കാവൽ മാലാക അന്നും ഞാൻ വിചാരിച്ചു. അപ്പം മൂന്നാമത്തതായില്ലേ, പിന്നെ ഞാൻ ഒരുങ്ങിയിട്ടല്ല പറയുന്നതേ, അത് കാരണം എനിക്ക് കുറേ ഒന്നും അറിയില്ല, ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ കൂടെയുള്ള കാവൽമാലാക നമ്മളെ പലതും ഓർമ്മപ്പെടുത്തും. ഒരിക്കൽ ഒരു 30 കൊല്ലം മുന്നേ ആമ്പല്ലൂർ താമസിക്കുന്ന കാലത്ത്, ഞങ്ങൾ ആമ്പല്ലൂർ വീടിൻ്റെ അടുത്ത് കുറച്ച് താമസിച്ചിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന കാലത്ത് ഒരു രാത്രി സ്വപ്നം കാണാണ്. സ്വപ്നത്തിൽ ഞാനിങ്ങനെ തെങ്ങും പറമ്പുണ്ട്, പാടം തെങ്ങ് വെച്ചൊരു പറമ്പുണ്ട്, അവിടേക്ക് പോവാണ്. ആ പറമ്പിലേക്ക് അവിടെ പോകുമ്പോൾ മണ്ണിട്ടിട്ട് ആ പറമ്പിൻ്റെ സൈഡിലൊക്കെ മണ്ണ് കയറ്റിയിട്ടിട്ട് കണ്ടം ഇത്തിരി മണ്ണായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അതിൽ പോകണം ഈ പറമ്പിലേക്ക്. അപ്പം ഞാൻ സ്വപ്നം കണ്ടത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ചെളിക്കുണ്ടിലേക്ക് വീഴുന്നു. അപ്പം എൻ്റെ ആങ്ങളയുടെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. ഒരു 4-5 ദിവസം മുന്നേ കണ്ട സ്വപ്നമാണ്, സംഭവം നടക്കണേക്കാളും മുന്നേ കണ്ട സ്വപ്നം. അപ്പം ഞാനിങ്ങനെ ശരിക്കും കാണുന്നുണ്ട്, ശരിക്കും ലൈവായിട്ട് നടക്കണ പോലെയാ. അപ്പം ഞാൻ വീഴുന്നു, ചെളിയിൽ താഴുന്നു. അയ്യോ, ഒരാങ്ങളയുടെ ഭാര്യ ബെറ്റിന്നാണ് ഞാൻ വിളിച്ചത്. 2 ആങ്ങളയുടെ ഭാര്യ, ആരായില്ലുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ബെറ്റിയെ എൻ്റെ കൈ പിടിച്ച് എന്നെ പിടിക്കടി, ഞാൻ ഇപ്പോൾ താഴും, കഴുത്ത് വരെത്തി, ഞാൻ മുങ്ങാൻ പോകണു, ചെളിയാണ്, നീന്താൻ പോയിട്ട് സാധനം കഴിഞ്ഞാൽ പിന്നെ ചത്തു. അപ്പോൾ ബെറ്റിയെ എൻ്റെ കൈ പിടിച്ച് ഉയർത്ത് എന്ന് പറയണ്. അപ്പം നോക്കിയപ്പോൾ അവൾ കൈ പിടിച്ച് ഉയർത്തുന്ന സമയത്ത് എൻ്റെ കൈമുത്ത വള, എൻ്റെ ഡ്രസ്സ്, എൻ്റെ അന്നൊക്കെ സാരി കൊടുക്കുക. അത്രയും കൊല്ലം മുന്നൊക്കെ ചുടിദാർ ഇടാറില്ല, ഇപ്പോഴാണ് സൗകര്യം നോക്കി ചുടിദാറൊക്കെ ഇടണം. അപ്പം ഞാനെടുത്ത സാരി, ജാക്കറ്റ്, സ്വർണ്ണവള, കൈമ കിടക്കണത് ഒക്കെ ആ സ്വപ്നത്തിൽ ശരിക്കും കണ്ടു. അവിടെ നിന്ന് ഒരു 5-6 ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം സ്വപ്നം കണ്ടത് ഇതൊക്കെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയും ദൈവത്തിൽ വിശ്വാസവും, അതുപോലെ മാലാഖയുണ്ട്, കാവൽ മാലാഖ എനിക്കുണ്ട് കൂട്ട്, എനിക്കൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് പ്രാർത്ഥനയും വിശ്വാസവും, ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം, കാവൽ മാലാഖയെ പറ്റിയുള്ള ആ വിശ്വാസം, പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഏത് ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അത് നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നിട്ടാണ് രക്ഷിക്കലേ. അതാണ് എനിക്ക് അതിശയം തോന്നി. ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ അതേപടി സംഭവം നടക്കണു, ഞാൻ വെറ്റിയെ എന്ന് വിളിക്കണു, ഓളിട്ടിട്ട് വിളിക്കണം. അപ്പം എനിക്ക് താന്ന് തുടങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കാണിച്ചത് ഓർമ്മ വന്നു. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ മാലാഖേ എന്ന് പറഞ്ഞ് ഓളിട്ടിട്ട്, ഓടിവാ വെറ്റിയെ, എന്നെ പിടിക്കേ, എൻ്റെ കഴുത്ത് വരെയായി ചെടി ഓളിയിട്ടണ്. ആളൊന്ന് ഓടി വന്ന് വലിച്ചു കയറ്റണം, രക്ഷപ്പെട്ടു. അപ്പോൾ ഓരോ നമുക്ക് ആപത്ത് വരുമ്പോഴായാലും നമ്മുടെ എന്ത് സന്ധികളിലും ദൈവം നമുക്കെല്ലാവർക്കും ഓരോ മാലാഖമാരെ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൂതരെ തന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. 3 അത്ഭുതമായില്ലേ? 4 എണ്ണായി. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് എനിക്കൊരു 12 വയസ്സുണ്ടാവും. അപ്പോൾ വെണ്ടൂർ പെരുന്നാൾ നടക്കണം. പെരുന്നാളിൻ്റെ അന്ന് രാത്രി അമ്പ് കാണാനായിട്ട്, അമ്പ് കയറുമ്പോൾ കൊട്ടും പടക്കൊക്കെ കാണാനായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഊണൊക്കെ കഴിച്ച് ഞാനും എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും പോകണം കേട്ടോ, ഒരു ഉറങ്ങിയിട്ട് നമുക്ക് പോവാം. അപ്പോഴേക്കും അവിടെ അമ്പ് കയറുള്ളൂ, 10 മണി എന്നുള്ളത് 10:30 എന്തായാലും അപ്പോഴേക്കും ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഓരോ ഉറക്കം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് അയ്യോ
പള്ളിയിൽ പോയില്ലല്ലോ. അപ്പോൾ പോകാനുള്ള ഒരുക്കപ്പാടിലാണ് ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കണം. അയ്യോ പള്ളിയിൽ പോയില്ലല്ലോ. അന്ന് അനിയത്തിനെ വിളിക്കാനോ പോവാമക്ക് എന്ന് പറയാനോ ഒന്നും തോന്നിയില്ല. ഉറക്കത്തിൽ നിന്ന് 12 വയസ്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഉറക്കച്ചടവോട് കൂടി വേഗം ഇറങ്ങി നടക്കണ്. രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു എന്താ പറയുക, കിലോമീറ്റർ കണക്കാണെങ്കിൽ ഭാഗം കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാടമുണ്ട്. ഈ പാടത്തേക്ക് പോണത് ഒരു ചെറിയ വഴി തന്നെയാണ്. പാടം കുറേ ആൾക്കാരുടെ പാടം എത്തിക്കഴിയുമ്പോൾ ഒരു പടിയുണ്ട്. ഈ പടി തുറന്ന് കടന്നിട്ട് വേണം പിന്നെ കണ്ടങ്ങളും കുളങ്ങളും ഒക്കെയുള്ള സ്ഥലത്തേക്ക്. അങ്ങനെയാണ് ഞങ്ങൾക്കുണ്ട് അവിടെ പാടം, കുളമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പള്ളിയിലേക്ക് പോകണതായി കാണുന്നത്. അങ്ങോട്ട് പോണേന് ലെഫ്റ്റിലേക്കാണ് പോയി പാടത്തിൻ്റെ അവിടേക്ക്. ഉറക്കത്തിൽ ഇങ്ങനെ നടന്നു പോവുക, ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ കണ്ണും പൂട്ടി പള്ളിയിലേക്ക് പോണതാണ്. തന്നെ പാതിരയൊക്കെ കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ എത്തി കുറേ നടന്ന് ചെറിയ വഴി കൂടെ ഇങ്ങനെ നടന്ന് ആ പടിയെത്തി. ഇപ്പോൾ പടിയെത്തല്ല, പടിമ വന്ന് ഇങ്ങനെ മുട്ടി വഴിക്ക് ബോധമുണ്ടായി. ഈശോ, ഇത് പാടത്തേക്ക് കുളത്തിലേക്കൊക്കെ കിടക്കണ പടിയല്ലേ, നമ്മുടെ കണ്ടത്തിൻ്റെ അവിടെ. അയ്യോ, ഇത്രയും വലിയ പാടത്തിൻ്റെ പടിയുടെ അവിടെ എത്തിയിട്ട് തട്ടിയപ്പോഴാണ് അറിയണം. അപ്പം തന്നെ ഞാനിങ്ങനെ ഉണർച്ച വന്നപ്പോൾ എൻ്റെ ഐഡിയ ബുക്കിലുള്ള എന്നെങ്ങനെ പിടിച്ചിട്ട് നടക്കുന്ന ലോഹിക്കിട്ടിട്ട് ഉള്ള ഒരു ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ വെക്കാറുണ്ട്. അതാണ് ശരിക്ക് കാണണേ, ആ ആളെയാണ് കാണണേ. പെട്ടെന്ന് താടിയൊക്കെ വെച്ചിട്ടുള്ള അവിടെ ഉണ്ട് ഫോട്ടോ. ഞാൻ പാട്ടിലും വീഡിയോയിലും ഒക്കെ വെക്കാറുള്ള ആ ഫോട്ടോ ആണ്. അപ്പോൾ അത് വെച്ച് അതേ ചായ. അയ്യോ, ഇതേതപ്പാപ്പനാ പറയല്ല. അപ്പാപ്പൻ പോയി. അപ്പം എനിക്ക് മനസ്സിലായി, ഇതൊന്നില്ലെങ്കിൽ ഈശോവും അല്ലെങ്കിൽ കാവൽമാലാകിയാവും എനിക്ക് പരിസരബോധം ഉണ്ടാക്കി തന്നത്. ആൾ പോവുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ആളെ ശരിക്കും നമ്മൾ കാണല്ല, ആൾ മറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചേ, അയ്യോ പള്ളിയിലേക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയേ, വേഗം നടന്നു, പേടിയൊന്നും തോന്നിയില്ല. വേഗം വീട്ടിലേക്ക് എത്തി. അപ്പം നോക്കിയപ്പോൾ അമ്പും കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. 12 കഴിഞ്ഞിട്ടായിരിക്കണം. വേഗം വാതിൽ അങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്, ചാരി പോലെ നടപ്പുറത്തെ വാതിൽ. അത് തുറന്ന് അവിടെ പായൽ, അവിടെ നടലകത്ത് പായൽ 5-10 മക്കൾ, അവരുടെ അതിൽ മൂത്ത ആൾക്കാരുടെ മക്കളും പേരക്കുട്ടികളും. കുടുംബം വലിയതല്ലേ, ആരാ അകത്തില്ലാത്ത, ആരാ മൂത്രം ഒഴിക്കാൻ പോയേക്കണെന്നുള്ള കണക്കൊക്കെ അമ്മയ്ക്കായാലും മറ്റുള്ളവർക്കതിൽ എവിടെ കിട്ടാനാ ഇത്ര പേർക്ക് എണ്ണങ്ങളാവുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ വാതിൽ തുറന്ന് വന്നു. പതുക്കെ എല്ലാവരും കണ്ടപ്പോൾ എല്ലാവരും നല്ല ഉറക്കുക. ഹോളിലുള്ളവർ, നടലകത്തുള്ളവരൊക്കെ ഉറക്കുക. സൈഡിലത്തെ റൂമൊക്കെ പിന്നെ അടച്ചിട്ടിട്ടുണ്ട്. മൂത്താങ്ങളമാർ, ഭാര്യ, കുട്ടികൾ ആങ്ങളാർ പേരക്കുട്ടികളൊക്കെ ഹോളിൽ കിടക്കുന്നുണ്ട് ചിലവർ. എന്തായാലും ആരും കണ്ടിട്ടില്ല, നല്ല ഉറക്കം. വേഗം ആ പായയിൽ പുതപ്പും പൊതിച്ച് വേഗം കിടന്നു. അങ്ങനെ അതിൽ രക്ഷപ്പെട്ടു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ദൈവമേ, എന്നെ എത്ര ചെറുപ്പത്തിലേ തന്നെ മാലാഖി ആയിക്കോട്ടെ, ഈശോ ആയിക്കോട്ടെ, എൻ്റെ മരിച്ചുപോയ അങ്കിളായിക്കോട്ടെ, എന്തൊക്കെ ആയാലും ഇനി തിന്മയുടെ ശക്തി തന്നെ ആക്രമിക്കാനായിട്ട് തന്നെ ഓരോ വഴിക്ക് ഇങ്ങനെയുള്ള പോലത്തെ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക. പക്ഷേ ഏറ്റവും അവസാനം കണ്ടത് ദൈവത്തിൻ്റെ ഒരു ദൂതൻ, അല്ലെങ്കിൽ എൻ്റെ അങ്കിള്, അല്ലെങ്കിൽ ഈശോ, അല്ലെങ്കിൽ സാക്ഷാൽ പിതാവായ ദൈവം ഒക്കെയാണ് എനിക്ക് തോന്നിച്ചത്. അതിനുശേഷം ഞാൻ ക്ലിയറായി എന്നുള്ളതാണ്. എന്നല്ലെങ്കിൽ അന്ന് ആ പടി തുറന്ന് ബോധമില്ലാണ്ട് പോയി വല്ല കുളത്തിൽ വീണ് രാത്രി എന്നെ വിളിച്ചെന്നെ എന്ത് പിശാച് തട്ടിച്ചു കൊണ്ട് പോകണതാണോ എന്നെ തകർക്കാനായിട്ട് ഒന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അന്ന് കാലം തൊട്ടൊക്കെ ഉണ്ട്. ഉള്ളിൽ കൊന്തിയില്ലെങ്കിൽ ഉള്ളിൽ കൊന്തെത്തിക്കുക, കണ്ണട കൊന്തെത്തിക്കുക, ഉള്ളിൽ കൊന്തെത്തിക്കുക, അതൊക്കെ അന്ന് തൊട്ടേ ഉണ്ട് എൻ്റെ മനസ്സിൽ ചെല്ലലൊക്കെ. അപ്പം എത്ര വിഷയങ്ങളായി, ഇനി പിന്നെ പറയാം. ഇനി വേറെ ദിവസം പറയാം. ദാനിയേലിനെ സിംഹത്തിൻ്റെ വായടച്ച് രക്ഷിച്ച് നമുക്ക് ദൈവം
രക്ഷിച്ചു ദൈവം. നമുക്ക് ദൈവം ഓരോരുത്തർക്കും വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ സ്വരം കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാവൽ മാലാഖയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.